നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു വഴിക്കൂടെ കൂട്ടയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും UDFും ചേർന്ന് കസേരയ്ക്ക് പിടിവലിയാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയ്ക്ക് വേണ്ടി ഒരു പോര് നടക്കുന്നുണ്ട്. പക്ഷെ ആ പോര് പുറത്തേക്ക് വരില്ല, തെരുവിൽ ഒരു കൂട്ട പോരാട്ടത്തിലേക്ക് എത്തില്ല, ഫ്ലെക്സുകൾ വലിച്ചു കീറില്ല. കാരണം അവിടെ CPMന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, PB യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതുപോലെ തന്നെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ വരും. പക്ഷേ ഇവിടെ നിന്ന് പോയ ഒരു കൂട്ടർ കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്താനായിട്ട് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനും മരുമകൻ റിയാസും. മരുമകന് വേണ്ടി കൂടി വാദിക്കാനാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. തനിക്ക് പ്രതിപക്ഷ നേതാവ് കസേര കിട്ടിയില്ലെങ്കിൽ മരുമകന് കൊടുത്തേക്കുക, ഇതാണ് ലൈൻ. അതിനുള്ളിൽ അടിയും പുകച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ UDFിൽ നടക്കുന്നത് പോലെ അത് ഒരു അങ്ങാടി പാട്ടായി അല്ലെങ്കിൽ അങ്ങാടി ഗുണ്ടായുസമായി പുറത്തേക്ക് വരില്ല. അത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു പോരാണ്, ഉൾപാർട്ടി പോര്. ഇപ്പോഴും അധികാരത്തിന്റെ ആ ഒരു കച്ചിത്തുരുമ്പ് തനിക്ക് വേണം എന്നുള്ള ധാർഷ്ട്യമാണ് പിണറായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ തല ഇനി പ്രതിപക്ഷത്തു കൂടി കാണാൻ ജനങ്ങൾ ഒരുക്കമല്ല. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നിങ്ങളെ അടിച്ചോടിച്ചത് ഇനി നിങ്ങളെ കാണരുത്, നിങ്ങളുടെ ധാർഷ്ട്യം കാണരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷ കസേരയ്ക്ക് വേണ്ടി പിണറായി പിടിവലി നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കാൻ CPI ഉദ്ദേശിച്ചിട്ടില്ല. CPIയും കട്ടയ്ക്ക് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. MA ബേബി ചില നിലപാടുകൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായിയെ ഇരുത്താൻ MA ബേബി ഒട്ടും തയ്യാറല്ല. ഇതിനിടയിൽ ബിനോയ് വിശ്വം തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കട്ടയ്ക്ക് പറഞ്ഞു. അത് CPIക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്നാണ് നിലവിൽ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നത്. അതിനിടെയാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് അവകാശവാദം ഘടിപ്പിച്ച് CPI രംഗത്തെത്തിയിരിക്കുന്നത്. CPI ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ തയ്യാറാകില്ല. കാരണം ഇനിയും കേരളത്തിൽ തങ്ങൾക്ക് നിലനിൽപ്പ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ CPI പിണറായിയെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് MA ബേബി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കീഴ്വഴക്കമാണെന്നും സാങ്കേതികമാണെന്നുമാണ് CPM സഖാക്കൾ പറഞ്ഞത്. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നില്ലെന്നും പറഞ്ഞു. അത് ഞങ്ങൾക്കും അറിയാം, ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നില്ല. പക്ഷേ കേരളത്തിൽ അതുണ്ട്. എല്ലാ തവണയും പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആരും പറയുന്നുമില്ല. അങ്ങനൊരു കീഴ്വഴക്കവുമില്ല. അത് മാറി വരാം, ചില വഴക്കങ്ങൾ മാറണം. അങ്ങനെ മാറേണ്ട ഒരു വഴക്കവുമാണിത്. ഇത് മാറും, ബിനോയ് വിശ്വം ഡൽഹിയിൽ കട്ടയ്ക്ക് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങളുടെ മുന്നറിയിപ്പാണെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ആശാസമരത്തിൽ തൊഴിലാളികളെ അപമാനിച്ചത് തെറ്റായിപ്പോയി എന്നും തൊഴിലാളി സമരങ്ങളെ ആക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. വ്യക്തിപൂജ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പിഴവാണ്. താൻ മാറണമെന്ന് ചിലർ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അതല്ല കമ്മ്യൂണിസ്റ്റ് രീതിയെന്നും CPIയിലെ നേതൃമാറ്റ ചർച്ചയിൽ ബിനോയ് വിശ്വം പറഞ്ഞു. ആശാസമരത്തെ ചൊല്ലി CPMുമായി ആദ്യം തന്നെ CPIക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. എന്നിരുന്നാലും കടുത്ത പ്രതിഷേധം ഉന്നയിക്കാൻ CPI തയ്യാറായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPI നിലപാട് പരസ്യമാക്കി പറഞ്ഞിരിക്കുന്നത്. ഇത് പിണറായി വിജയനുള്ള താക്കീതാണ്. നിങ്ങളെ ഇനിയും സഹിക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും എതിരായി പിണറായി വ്യതിചലിച്ചു, അതിൻ്റെ തിരിച്ചടിയാണ് കിട്ടിയതെന്നും ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്നും മാറി നിൽക്കണമെന്നുമാണ് CPI പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് MA ബേബിക്കുമുള്ളത്. കാരണം നേതൃമാറ്റം ആവശ്യമാണ്. പിണറായി വിജയൻ ഒരു മര്യാദ കാണിക്കണമായിരുന്നു. അവസാന ഘട്ടത്തിലെങ്കിലും ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കണമായിരുന്നു. എന്നാൽ അവസാനവും പിണറായി എന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്കും പിണറായി ആണോ? അത് ഈ പാർട്ടിയെ വീണ്ടും ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്, ഒരു ശുദ്ധി കലശം CPMൽ ആവശ്യമാണ്. അതാണ് CPIയും CPMലെ മുതിർന്ന നേതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയന് ഇപ്പോഴും അധികാരം തൻ്റെ ഒരു ഉള്ളം കയ്യിൽ വേണം. ഒന്നുകിൽ തനിക്ക് പാർട്ടി സെക്രട്ടറി കസേര, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കസേര, അല്ലെങ്കിൽ തൻ്റെ മരുമകന് പ്രതിപക്ഷ നേതാവ് കസേര. ഇതാണ് ആവശ്യം. ആ മൂലയിലോട്ട് മാറി നിന്നോളാൻ
PB ഇപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ പിണറായി വിജയനെ എതിർത്ത് PB അങ്ങനെ ശബ്ദിക്കില്ലായിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള പൈസ കൊണ്ടാണല്ലോ അങ്ങ് PBയിലുള്ളവർ കഞ്ഞു കുടിക്കുന്നത്, കേന്ദ്ര നേതൃത്വം. MA ബേബിയൊക്കെ ഇതുവരെ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയായിരുന്നു. യെച്ചൂരി ഉണ്ടായിരുന്ന കാലത്തും ഇതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇനി ഒരു മാറ്റം വരണമെന്ന് MA ബേബി ഉൾപ്പെടെ ഒരു കൂട്ടം നേതാക്കൾ ശക്തമായി പറയുമ്പോൾ പിണറായിക്ക് ഇനി അത്ര കണ്ടങ്ങ് ബലം പിടിക്കാനൊന്നും കഴിയില്ല എന്നുള്ളതും വ്യക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന റോളിലേക്ക് ഇറങ്ങുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഗുണകരമാകില്ല എന്ന് തന്നെ MA ബേബി പറഞ്ഞു. പാർട്ടിയെ താഴെ തട്ടിൽ നിന്ന് പുനഃസംഘടിപ്പിക്കാൻ പുതിയ നേതൃത്വം വേണമെന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. PBയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് നേതാക്കളും പിന്തുണയുമായി രംഗത്ത് വരും. KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കണം എന്നുള്ള ആവശ്യം ബഹുഭൂരിപക്ഷം CPMകാരും ഉയർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബാലഗോപാലിലേക്ക് ആ ഒരു കസേര എത്തും എന്നുള്ള ചില സൂചനകളുണ്ട്. ബംഗാളിലെയും ത്രിപുരയിലെയും പതനം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നടപടികൾ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്നത്. കേരള ഘടകത്തിൽ പിണറായിക്കുള്ള സർവാധിപത്യം അവസാനിപ്പിക്കുക എന്നതാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും ലക്ഷ്യം. PB തീരുമാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടുകയും പുതിയൊരു നേതാവ് പ്രതിപക്ഷ നിരയെ നയിക്കുകയും ചെയ്താൽ അത് CPMലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാകും. പക്ഷേ ആ തുടക്കത്തിന് പിണറായി അനുവദിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം മാറ്റമാണ് CPMലെ ഓരോ നേതാക്കളും ഇപ്പോൾ ആവശ്യപ്പെടുന്നതും പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും കപ്പിത്താനും കാരണഭൂതവുമല്ല വേണ്ടത്. ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ശക്തമായ ഒരു നേതൃനിര വരണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.